പോഷണം എന്ന ലക്ഷണത്തോടു കൂടിയതായിട്ടുള്ള ഭഗവൻ മഹിമകളെയാണ് നമ്മളെ കേൾപ്പിച്ചത്. സകൃത് ഒരിത്തിരി നേരത്തേക്ക് ശ്രീകൃഷ്ണപദാരവിന്ദത്തിലേക്ക് നമ്മളുടെ മനസ്സിനെ പൂർണ്ണമായും ചേർത്ത് വെച്ച് ഏതൊരുവൻ എല്ലാം മറന്ന് ഇരുന്നുവോ പിന്നെ അയാൾക്ക് യമധർമ്മരാജാവിനെയോ അദ്ദേഹത്തിന്റെ ഭടന്മാരെയോ സ്വപ്നത്തിൽ പോലും കാണേണ്ടി വരില്ല. അത് ഉറപ്പ്. അതാണ് ആറാമത്തെ സ്കന്ധത്തിലെ അജാമിളോപാഖ്യാനം നാമമാഹാത്മ്യം അതിലൂടെ നമുക്ക് പറഞ്ഞു തന്നത്. ഏറ്റവും വലിയ ഭയമാണ് മരണം. എന്തിനാണ് മരണത്തിനെ ഇങ്ങനെ പേടിക്കുന്നത് മനുഷ്യര്? മരിച്ചതിന് ശേഷം എന്താ ഉണ്ടാവുക നിശ്ചയില്ല എന്ന് വിചാരിച്ചിട്ടാണോ? മരിച്ചതിന് ശേഷം എന്താ ഉണ്ടാവുക നിശ്ചയില്ല എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. എന്താ ഉണ്ടാവുക നിശ്ചയുണ്ട്, അതുകൊണ്ടാണ് പേടിക്കുന്നത്. നമ്മളിവിടെ ചെയ്തു കൂട്ടിയതിൻ്റെയൊക്കെ അവിടെ പോയിട്ട് അനുഭവിക്കേണ്ടി വരും വേറൊരു ലോകത്ത്. അതുകൊണ്ടാണ് മരിക്കാൻ പേടി. അല്ലെങ്കിൽ എന്താണ് മരിച്ചതിന് ശേഷം സംഭവിക്കാനുള്ളത് എന്നുള്ളതിനെ കുറിച്ച് ഒരു വിവരവും ഇല്ലാന്നുണ്ടെങ്കിൽ പേടിയില്ല. അറിവുള്ളതുകൊണ്ടാണ് നമ്മളെ ഇവിടെ വന്ന് കൊണ്ടുപോകുന്നതായിട്ടുള്ള യമധർമ്മനെയോ അദ്ദേഹത്തിന്റെ ആൾക്കാരെയോ ഓർക്കുമ്പോ പേടിയാണ്. കാലം എന്ന് പറയുന്നതായിട്ടുള്ള ശക്തിക്കനുസരിച്ചിട്ടാണ് ശരീരം ഉണ്ടാവുന്നതും വലുതാവുന്നതും തളരുന്നതും നശിക്കുന്നത്. ആ കാലം എന്ന് പറയുന്ന ശക്തിക്ക് നമ്മൾ പേരിട്ടു കാലൻ. കാരണം പേടിയാ. പോത്തിന്റെ പുറത്ത് കറുത്തൊരാള് ഉറക്കി കയറൊക്കെ കൊണ്ട് കാലം എന്ന ശക്തിയെ ഇത്രയ്ക്ക് ഭയപ്പെടുന്നത് എന്തിനാ? മരിച്ചതിന് ശേഷം ഒരാപത്തും വരില്ല, നരകത്ത് പോകേണ്ടി വരില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ കാലത്തിനെ പേടി തോന്നും, കാലനെ പേടി തോന്നും, മരണത്തിനെ പേടി തോന്നും. നരകത്ത് പോവില്ല. മാത്രമല്ല കാലം ഈ ശരീരത്തെ വേണ്ടെന്ന് വയ്ക്കുന്ന നിമിഷം നമ്മളെ ഭഗവാന്റെ അടുത്തേക്ക് വൈകുണ്ഠത്തിലേക്കാ കൊണ്ടുപോവുക എന്ന് ഉറപ്പായാൽ എന്നാ അത് വേഗമായിക്കോട്ടെ എന്ന് പറയാനല്ലേ ആൾക്കാർ ഉത്സാഹിക്കുക. മരണത്തെക്കുറിച്ച് ഓർത്തിട്ട് ഭയപ്പെടാതെ കാലം പ്രതീക്ഷൻ വിമതോ വിമത്സരഃ, കാലത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് മത്സരമില്ലാതെ മതമില്ലാതെ നാമാന്യനന്തസ്യ ഹതത്രവ പഠൻ ഗുഹ്യാനി ഭദ്രാണി കൃതാനി ച സ്മരൻ. ലോകം മുഴുവനും മയ്യാവേശ്യ മനഃ സമ്യക് സമദൃ വിചരസ്വഗ എന്ന് പറഞ്ഞ പോലെ സഞ്ചരിക്കില്ലേ? അങ്ങനെയൊരു ഭഗവത് പാദ ഭക്തി, എല്ലാ ഭയത്തിൽ നിന്നും നമ്മൾക്ക് മോചനം തരുന്നതായിട്ടുള്ള ഭഗവത് പാദ ഭക്തി, അതിൽ
കരുണാമൂർത്തിയായ ആ ഭഗവാനെ ഓർക്കുന്നതിൽ നാം നമ്മെ തന്നെ മറന്നു പോകുന്നതായിട്ടുള്ള ഒരനുഭവം, ആ അവശ്യമുഭയം മുന്നേ അതുണ്ടായാൽ പിന്നെ യമധർമ്മനെയോ യമധർമ്മന്റെ ആൾക്കാരെയോ സ്വപ്നത്തിൽ പോലും കാണില്ല. അങ്ങനൊരു ഭയത്തെ കുറിച്ച് സ്വപ്നത്തിൽ പോലും ചിന്തിക്കില്ല. കാരണം അങ്ങനൊന്നും ഇല്ല. വൈകുണ്ഠമാണ്. ഒന്നിനെ കുറിച്ച് ഓർത്തും ഇനി കുണ്ഠിതപ്പെടേണ്ടതില്ല. ആ ഒരു നിലയിലേക്ക് നമ്മെ എത്തിക്കാൻ ഭഗവാൻ ചെയ്യാറുണ്ട്. അതിനു വേണ്ടിയിട്ടാണല്ലോ അജാമിളനെ ഒരു സ്ത്രീയുമായിട്ട് ബന്ധിപ്പിച്ച് അവരിൽ നിന്ന് പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കിക്കൊടുത്ത അവസാനം തന്റെ നാമം ജപിപ്പിച്ച് തന്നിലേക്ക് എത്തിച്ചത്. അതിനു വേണ്ടിയിട്ടാണല്ലോ ദേവേന്ദ്രനെ ഗുരുനാഥനെ അവഹേളനം ചെയ്യുക എന്നുള്ള കർമ്മം ചെയ്യിച്ച് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് വട്ടം തിരിച്ചുകൾ അനുഭവിപ്പിച്ച് അവസാനം ധ്യാനവാരിതാക്കുക. ഒരു താമരനൂലിനകത്തിരുത്തി തന്റെ നാമം ജപിപ്പിച്ച് അതിലേക്ക് എത്തിച്ചത്. അതിനു വേണ്ടിയിട്ടാണല്ലോ ലോകത്തിലെ വിഷയങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് കരുതിയിരുന്ന ചിത്രകേതു എന്നുള്ള മഹാരാജാവിനെ, സാർവഭൗമനെ, ഒരു കുഞ്ഞില്ല എന്നോർത്ത് മാത്രം കരഞ്ഞിരുന്നവനെ കുഞ്ഞിനെ കൊടുത്ത് പിന്നെ അതിനെ തിരിച്ചെടുത്ത് അനുമതിക്ക് അറിയിച്ച് ഈ കുഞ്ഞിനെ പോലെ തന്നെയാണ് ലോകത്തുള്ള എല്ലാ വിഷയങ്ങളും നശ്വരങ്ങളാണ്, ഇതിലൊന്നും മനസ്സ് വെക്കേണ്ടതില്ല എന്ന് നാരദ മഹർഷിയെ കൊണ്ട് ഉപദേശം കൊടുപ്പിച്ച് തന്റെ നാമം ജപിപ്പിച്ച് വിദ്യാധരനാക്കി തീർത്ത് ഉള്ളിലുള്ള ഒരു ഇത്തിരി തമോ ഗുണത്തെ ഒരു ആസുര ജന്മത്തിലൂടെ അനുഭവിപ്പിച്ച് ശുദ്ധമാക്കി തന്നിലേക്ക് എത്തിച്ചത്. ഇങ്ങനെ നമ്മൾ ഒരിക്കൽ അവിടുത്തെ നാമം ജപിച്ചാൽ, ഒരിക്കൽ ഒരു സത്സംഗം ഉണ്ടായാൽ, എന്ത് കാരണത്തിനാവട്ടെ ഒരിക്കലെങ്കിലും ഭഗവാനെയോ ഭഗവത് ഭക്തന്മാരെയോ ആശ്രയിച്ചാൽ പിന്നെ നമ്മളെ എത്തേണ്ടടുത്തേക്ക് എത്തിക്കണ കാര്യം ഭഗവാൻ ഏറ്റു എന്ന് പറഞ്ഞതിലാണ് 6ാമത്തെ സ്കന്ധം. പോഷണം തദർഗ്രഹം. അങ്ങനെയുള്ള ഭഗവാനെ ഇന്ദ്രനെ കൊല്ലാൻ പാകത്തിന് ഒരു മകനുണ്ടാവണം എന്ന് കരുതിയിട്ട് ഭജിച്ചതായിട്ടുള്ള ദിതിദേവിക്ക് അതേ ദേവേന്ദ്രനെ വാത്സല്യത്തോടെ അനുഗ്രഹിക്കാൻ പാകത്തിന് മനസ്സ് ശുദ്ധമാക്കി കൊടുക്കാൻ ആ ഭഗവാനെ പൂജിച്ചത് മതിയായി. പുംസവനവ്രതം അത് മതിയായി. ഇങ്ങനെ കർമ്മങ്ങളുടെ ശുദ്ധി, മനസ്സിന്റെ ശുദ്ധി, ബുദ്ധിയുടെ ശുദ്ധി എല്ലാം 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 ഭഗവത് പാദ ഭജനം ഒന്നുകൊണ്ട് മാത്രം ഉണ്ടാവും എന്ന് നമുക്ക് 6ാമത്തെ സ്കന്ധം പോഷണം തദനുഗ്രഹ പറഞ്ഞു തന്നു. അങ്ങനെ ഭഗവാനിലേക്ക് കേവലയായ ഭക്തി ഒന്ന് മാത്രം ചെയ്യും. കേജിൽ കേവലയാ ഭക്തിയ വാസുദേവപരായണാഹ അഗന്ധുന്വന്തി കാത്സ്നേന നീഹാരമ്യോ ഹസ്തന. ഭഗവാനിലേക്ക് കേവലയായ ഭക്തിയെ മാത്രം ചെയ്യും. അത് മതി നിശ്രേയസമായ നിലയിലേക്ക് എത്താൻ. കേവലയായ ഭക്തി എന്ന് പറഞ്ഞാൽ ഭഗവാനെ ചിന്തിക്കുമ്പോ ബാക്കിയൊക്കെ മറക്ക, അവനവനെയും കൂടി മറക്ക. ആ ഒരു നില സമാധി തന്നെ. പക്ഷെ നമ്മൾക്ക് ഒരു ചോദ്യമുണ്ട്. അപ്പൊ ഉള്ളില് എല്ലാവർക്കും അത് പറ്റുമോ? ഇതൊക്കെ വളരെ സുഹൃതം ചെയ്ത ചില ആൾക്കാർക്ക് മാത്രം പറ്റുന്നതല്ലേ കേവലമായിട്ട് ഭക്തിയൊക്കെ? നമ്മളെ പോലുള്ളവർക്കൊക്കെ പറ്റൂ. നാമം ജപിക്കണമെന്ന് ആഗ്രഹിക്കാഞ്ഞിട്ടല്ല, ഭാഗവതം കേൾക്കണമെന്ന് ആഗ്രഹിക്കാഞ്ഞിട്ടല്ല, സത്സംഗത്തിലിരിക്കണമെന്ന് ആഗ്രഹിക്കാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ പറ്റണില്ല. എന്തൊക്കെ പ്രാരബ്ധങ്ങളാണ്. പിന്നെ ഞങ്ങളൊക്കെ തമോ ഗുണക്കാരും രജോ ഗുണക്കാരും ഒക്കെയാണ്. ത്രിഗുണങ്ങളുടെ പിടിയിൽപ്പെട്ട് പഠിക്കുന്ന ആൾക്കാരാണ്. അജയുമായിട്ട് കളനം ചെയ്തവരാണ്. അതുകൊണ്ട് നമ്മളെ പോലുള്ളവർക്കൊന്നും അത് പറ്റുണ്ടാവില്ല കേട്ടോ. ഇങ്ങനൊരു ഭക്തി ഉണ്ടാക്കിയെടുക്കാൻ നല്ല കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറഞ്ഞാലും എന്തെങ്കിലും ഒഴിവ് കഴിവും അറിയാമെന്നത് നമ്മളുടെ ശീലമാണല്ലോ.
അരുതാത്ത കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോഴും ഒഴിവ് കഴിവ് പറയും. നല്ല കാര്യം ചെയ്യാതിരിക്കാനും ഒഴിവ് കഴിവ് പറയും. അങ്ങനെയാണല്ലോ സാധാരണ മനുഷ്യൻ. നാമം ജപിക്കാതിരിക്കാൻ ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ കണ്ടെത്തി പറയുമ്പോ ഭാഗവതം നമ്മളോട് പറയുന്നു, 7-ാമത്തെ സ്കന്ധത്തില് ഊതയ കർമ്മവാസന, നിങ്ങളുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ അപ്രകാരമാണ് ഇപ്രകാരമാണ് എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ ഭജിക്കാൻ തടസ്സം പറയണ്ട. നിങ്ങൾക്ക് ഏത് സ്വഭാവമാണോ ഉള്ളത് അത് ഭഗവാൻ തന്നതാണ് എന്നറിയാം. അതിനെ കൊണ്ട് ഭഗവാനെ ഭജിക്കാം. അതാ വേണ്ടത്. ലോകത്തുള്ള എല്ലാ പൂക്കളും ഒരുപോലെയാണോ? ചുവന്ന നിറത്തിലും പച്ച നിറത്തിലും നീല നിറത്തിലും മഞ്ഞ നിറത്തിലും എന്തൊക്കെ നിറത്തിലാ പൂക്കള്, എന്തൊക്കെ മണത്തിലാ പൂക്കള്, എന്തൊക്കെ വലുപ്പത്തിലാ പൂക്കള്. എല്ലാ മത്സ്യങ്ങളും ഒരുപോലെയാണോ? എല്ലാ പക്ഷികളും ഒരുപോലെയാണോ? എല്ലാ മൃഗങ്ങളും ഒരുപോലെയാണോ? എല്ലാ മനുഷ്യരും ഒരുപോലെയാണോ? എല്ലാം ഒരുപോലെയായ നന്നോ? പല തരത്തിലുള്ള പൂക്കൾ ഉണ്ടായാലേ ലോകത്തിൽ പൂക്കൾ അടങ്ങിട്ടുള്ളൂ. നമുക്ക് ഓണക്കാലം വരുമ്പോ എല്ലാ ചെടിയിലും ഒരേപോലത്തെ പൂവാച്ചാൽ പൂക്കളത്തിന് എന്ത് ഭംഗിയുണ്ടാവുക? ഇവിടെ ഈ ലോകമാകുന്ന വലിയൊരു പൂക്കളം ഭഗവാൻ ഒരുക്കിയിരിക്കുന്നത് നമ്മളെ പോലുള്ള പല നിറങ്ങളോടും മണങ്ങളോടും കൂടിയതായിട്ടുള്ള പല സ്വഭാവ വിശേഷങ്ങളോട് കൂടിയതായിട്ടുള്ള ജീവന്മാരെ പിടിച്ചിട്ടാണ്. നമ്മളെയൊക്കെ ഇങ്ങനെ സൃഷ്ടിച്ചത് ഭഗവാനാണ്. തേനേ ബ്രഹ്മകൃത ആദികവയെ. നമ്മളുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഇത്തരം സ്വഭാവ വിശേഷങ്ങള് കർമ്മവാസനകള് ഉണ്ടാക്കി വിട്ടത് നമ്മളല്ല, ഭഗവാൻ തന്നെയാണ്. അതറിഞ്ഞിട്ട് ഭഗവാൻ നമ്മളെ കെട്ടിച്ച വേഷം പരമാവധി നന്നാക്കിയാണ് ഭഗവാൻ സന്തോഷിക്കണേ എന്ന് വിചാരിച്ച് അവന് കിട്ടിയ വേഷം ഭംഗിയാക്കാൻ. അതിനാണ് സ്വധർമാചരണം എന്ന് പറയുന്നത്. അതാണ് ഈ 7-ാമത്തെ സ്കന്ധത്തിലെ മുഖ്യമായിട്ടുള്ള വിഷയം. കർമ്മവാസനകൾ പലതരത്തിലുണ്ടാവാം. അവയെ ഭഗവതർപ്പിതമാക്കി തീർക്കുക. അപ്പോൾ നിങ്ങൾ ഭഗവാന് പ്രിയപ്പെട്ടവരായിത്തീരുന്നു. ഈ കഥ 7-ാമത്തെ സ്കന്ധത്തിലെ ഈ കഥ അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് പരീക്ഷിത് മഹാരാജാവ് ശ്രീശുക ബ്രഹ്മർഷിയോട് ഒരു ചോദ്യം ചോദിച്ചു എന്ന് പറയുന്നത്. സമപ്രിയ സുഹൃത് ബ്രഹ്മൻ ഭൂതാനാം ഭഗവാൻ സ്വയം ഇന്ദ്രസ്യാർത്ഥേ കഥം ദൈത്യാനവധി വിഷമോ യഥ. എല്ലാവരെയും തുല്യമായിട്ട് സ്നേഹിക്കുന്ന ഭഗവാൻ ദേവേന്ദ്രന് വേണ്ടിയിട്ട് അസുരന്മാരെ കൊല്ലാൻ പുറപ്പെടുന്നത് എന്തിനെ എന്ന് ചോദ്യം. ഭഗവാന് ദേവന്മാരെ കൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് സാധിക്കാനില്ല, സ്വയമേവ പരിപൂർണനാണ്. അസുരന്മാരോട് എന്തെങ്കിലും വിദ്വേഷം വെക്കേണ്ട കാര്യമില്ല. ഭഗവാനെ ഒരു രീതിയിലും ഉപദ്രവിക്കാൻ അവരെ കൊണ്ട് പറ്റില്ല. പിന്നെന്തിനാ ഭഗവാൻ ദേവന്മാരുടെ കൂടെ നിൽക്കുന്നത്, അസുരന്മാർക്ക് എതിരായിട്ട് പെരുമാറുന്നത്? വലിയൊരു സംശയമുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞത്, ചോദിച്ചതൊക്കെ ശരി തന്നെയാണ് മഹാരാജാവേ. ഭഗവാന്റെ ചരിത്രങ്ങള് വലിയ വലിയ സംശയങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ട് വരും. അതങ്ങനെയാണ്, അത്ഭുതമാണ്. അതുതന്നെയാണ് ഭാഗവതത്തിന്റെ മഹാത്മ്യവും. ഒരു പ്രാവശ്യം കേൾക്കുമ്പോഴേക്കും എല്ലാവരും മനസ്സിലാവില്ല എന്നുള്ളതാണ് ഭാഗവതത്തിന്റെ മഹാത്മ്യം. കേൾക്കുന്തോറും പുതിയ 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 സംശയങ്ങള് മനസ്സിൽ ഉണ്ടായി വരും എന്നുള്ളതാണ് ഭാഗവതത്തിന്റെ മഹാത്മ്യം. അങ്ങനെ സംശയങ്ങൾ ഉണ്ടായാലല്ലേ പിന്നെയും 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 അതിനോട് അടുക്കുള്ളൂ. അങ്ങനെ 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 ഭാഗവതം വായിച്ച് 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 എന്താവും ക്രമേണ പിബത ഭാഗവതം രസമാലയം, അതിലങ്ങനെ ലയിക്കും. ഭാഗവതത്തെ രസിച്ച് 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 രസിച്ച ഒരു ദിവസം ഭാഗവതത്തിൽ അങ്ങനെ ലയിക്കും. പിന്നെ ഭാഗവതവും നമ്മുടെ ജീവിതവും രണ്ടല്ലാതായി തീരും. നമ്മൾ കുടുംബത്തിരുന്നാലും ജോലിക്ക് പോയാലും കാണുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതും പറയുന്നതും ഒക്കെ ഭാഗവതത്തിന്റെ ഒരു വഴിയിലൂടെയാണ്.
എത്തിയാലും ഭാഗവതത്തിൽ നിന്ന് കിട്ടുന്ന അനുഭവമായി തീരും. നമ്മുടെ സാധാരണ ജീവിതവും ഭഗവാനിലേക്ക് എത്തിച്ചേരാനുള്ള ഉപാസനയായിട്ടുള്ള ഭാഗവത ജീവിതവും രണ്ടും വേറെ വേറെ ഉണ്ടാവില്ല. പ്രവൃത്തിധർമ്മം തന്നെ നിവൃത്തിധർമ്മം, നിവൃത്തിധർമ്മം തന്നെ പ്രവൃത്തിധർമ്മം, വേറെ വേറെ രാജ്യം. അങ്ങനെ ഒരു നമ്മുടെ നിലയിലേക്ക് നമ്മളെ എത്തിക്കാൻ നമുക്ക് നമ്മെ തന്നെ നഷ്ടപ്പെടുന്നതായ ഒരു നില, എല്ലാം ഭഗവാന്റെ ആയിപ്പോയി കേട്ടോ, നാം തന്നെ ഭഗവാന്റെ ആയിപ്പോയി എന്നുള്ള ഒരു നിലയിലേക്ക് നമ്മെ എത്തിക്കാൻ വേണ്ടിയാണ് ഭാഗവതത്തില് പെട്ടെന്ന് ഒരു നോട്ടത്തിൽ മനസ്സിലാവാത്തത് പോലെ, സംശയങ്ങൾ ഉണ്ടാകുന്നത് പോലെ ഭഗവാൻ അത്യത്ഭുതമായിട്ടുള്ള ചരിതങ്ങളെ ചെയ്തു വെച്ചിട്ടുള്ളത്. സാധുകൃഷ്ണ മഹാരാജ ഹരേശ്ചരിതമദ്ഭുതം യത് ഭാഗവത മാഹാത്മ്യം ഭാഗവൽ ഭക്തിവർദ്ധൻ. എന്തായാലും ഹേ മഹാരാജാവേ, ഭഗവാൻ ദേവന്മാരുടെ കൂടെയാണോ അസുരന്മാരുടെ എതിരാണോ എന്നൊക്കെ ചോദിച്ചാൽ ഒരു നോട്ടത്തിൽ അങ്ങനെ തോന്നുന്നു എന്നേ ഉത്തരം പറയാനുള്ളൂ. ഇപ്പൊ ദേവേന്ദ്രനും വൃത്രാസുരൻ തമ്മിൽ യുദ്ധം ഉണ്ടായപ്പോ ദേവേന്ദ്രൻ ജയിച്ചു, വൃത്രാസുരൻ തോറ്റു എന്നൊക്കെ പറയാം ഒരു നോട്ടത്തില്. ഒന്നും കൂടി ശ്രദ്ധിച്ചാൽ വൃത്രാസുരൻ എത്തിയിട്ട് ഭഗവാന്റെ അടുത്തേക്കാണ്. ഇനി അയാൾക്ക് ഈ ലോകത്തിൻ്റെതായിട്ടുള്ള യാതൊരു വിഷമങ്ങളും ഉണ്ടാവില്ല, അലോകം സമപര്യത. എന്നാൽ ജയിച്ചു എന്ന് പറയുന്ന ദേവേന്ദ്രൻ, തോറ്റു എന്ന് പറയുന്ന ആൾക്ക് ഇനി ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടില്ല. ജയിച്ചു എന്ന് പറയുന്ന ദേവേന്ദ്രനോ, ഈ ദേവേന്ദ്രന്റെ സിംഹാസനത്തിൽ വീണ്ടും കയറിയിരുന്നാൽ അതിന്റെ പിന്നാലെ എന്തൊക്കെ ബുദ്ധിമുട്ടാവില്ലാതിരിക്കുന്നത് വൃത്രാസുരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ദ്വേഷം, ഉദ്വേഗം, ആദി, മതം, കരി, വ്യസനം, സപ്രയാസം, ഓരോന്നായിട്ട് അയാൾക്ക് ഇനി വരാതിരിക്കണം. ജയിച്ചവൻ സത്യത്തിൽ എന്തേ ജയിച്ചത്, തോറ്റവൻ എവിടെയാ തോറ്റത്? ഒന്നുമില്ല. ഇവിടെ ജയിക്കണമില്ല, തോൽക്കണമില്ല. അതൊക്കെ ഒരു നോട്ടത്തിൽ നമുക്ക് തോന്നുക മാത്രമാണ്. പലപ്പോഴും തോൽക്കുന്നവരാണ് ശരിയായിട്ടുള്ള ജയത്തെ നേടുന്നത്. ജയിച്ചു എന്ന് പറയുന്നവരാണ് അവർ നമ്മുടെ ജീവിതത്തില് തോറ്റു എന്നായിത്തീരുന്നത്. അതുകൊണ്ട് ഇത്തരം സംശയങ്ങളില് വലിയ അർത്ഥമൊന്നുമില്ല. പിന്നെ അയ്യേ ഞാൻ വിഡിത്തം ചോദിച്ചോ എന്ന് സംശയിക്കും വേണ്ട. ഇതുപോലെയുള്ള സംശയങ്ങൾ ഇതിനു മുൻപും പലർക്കും ഉണ്ടായിട്ടുണ്ട്. അങ്ങയുടെ മുൻവശനായിരുന്ന സാക്ഷാൽ ധർമ്മപുത്ര മഹാരാജാവിന് രാജസൂയ യാഗരംഗത്തിൽ വെച്ച് ചെയ്തി രാജാവ് ശിശുപാലന് ഭഗവാൻ മോക്ഷം കൊടുക്കണം കണ്ടപ്പോ ഇതുപോലെ സംശയമുണ്ടായി. ഇത്രയും ഭക്തിയോടുകൂടി പൂജിക്കുന്ന ആൾക്കാരൊക്കെ നോക്കിയിരിക്കുമ്പോ ആ ചെയ്തി രാജാവ് ശിശുപാലൻ ജനിച്ച അന്ന് മുതൽക്ക് കൃഷ്ണനെ എതിർക്കുക മാത്രം ചെയ്തവൻ ഭഗവത് പദത്തിലേക്ക് ലയിച്ചുവല്ലോ. ഇതെന്ത് ന്യായമാണ് എന്ന് ഉള്ളിൽ തോന്നിപ്പോയി യുധിഷ്ഠിരൻ. നാരദ മഹർഷിയോട് ചോദിച്ചു. അവനവനായിട്ട് ചിന്തിച്ചിട്ട് ഉത്തരം കിട്ടാഞ്ഞപ്പോ നാരദ മഹർഷി പറഞ്ഞു, അത്രേ നമ്മൾ പഠിച്ച ന്യായമൊന്നുമല്ല ഭഗവാന്റെ ന്യായം. നമ്മൾക്ക് നമ്മളെ പോലുള്ള മനുഷ്യരുടെ ന്യായം അറിയും. ആരെങ്കിലും ഇവിടെ നന്നായിട്ട് പറഞ്ഞാൽ സന്തോഷമാവുക, ആരെങ്കിലും എതിർത്ത് പറഞ്ഞാൽ വിഷമാവുക, ആരെങ്കിലും ബഹുമാനിച്ചാൽ അത് പൊന്തുക, ആരെങ്കിലും അവമാനിച്ചു കഴിഞ്ഞാൽ വല്ലാണ്ട് പ്ലാനാവുക, ഇതേ നമുക്ക് നിശ്ചയമുള്ളൂ. അതുപോലൊരു അഭിമാനമൊന്നുമില്ലാതെ ഭഗവാനെ തന്നെ കുറിച്ച് ആൾക്കാർ എന്താ പറയണ പ്രശ്നമല്ല, തന്നെ കുറിച്ചാണോ പറയേണ്ടതെന്ന് മാത്രമേ പ്രശ്നമുള്ളൂ. അത് ഗോപികമാരെ പോലെ കാമം കൊണ്ടായാലും, കംസനെ പോലെ ഭയം കൊണ്ടായാലും, ചെയ്ത രാജാവിനെ പോലെ ദ്വേഷം കൊണ്ടായാലും, നിങ്ങളെ പോലെ സൗഹൃദം കൊണ്ടായാലും, ഞങ്ങളെ പോലെ ഭക്തി കൊണ്ടായാലും, വൃഷ്ടികളെ പോലെ സംബന്ധം കൊണ്ടായാലും, ഏത് വികാരം കൊണ്ട് ഭഗവാനെ കുറിച്ച് അവർ ചിന്തിക്കണോ, ഭഗവാനെ കുറിച്ച് പറയുന്ന പ്രശ്നമല്ല. ഈ അന്യോന്യതോ ഭാഗവതാ പ്രസജ്യ സഭാചയന്തേ മമപൗരുഷാണി. അത്രമാത്രം ഭഗവാന്റെ ആൾക്കാർ പരസ്പരം ഭഗവാനെ കുറിച്ച് മാത്രം പറയും. ഭഗവാനെ കുറിച്ച് എന്തു പറയുന്നത് പ്രശ്നമല്ല, ഭഗവാനെ കുറിച്ച് മാത്രം പറയും. അങ്ങനെ സദാ ഭഗവാനെ കുറിച്ച് മാത്രം ചിന്തിക്കുകയും ചെയ്യും. ഭഗവാനെ കുറിച്ച് പറയാനുള്ള ഉത്സാഹം തുടങ്ങിയാൽ പിന്നെ അങ്ങനെയാണ്. ഭഗവാനെ കുറിച്ച് പറയാനുള്ള ഉത്സാഹം തുടങ്ങിയാൽ ഭഗവാനെ കുറിച്ച് വേണ്ട ലോകത്തിലെ ഏത് വിഷയത്തെ കുറിച്ചും എങ്ങനെയാണ്
നമ്മുടെ വീട്ടില് പുതിയതായിട്ട് ഒരു കാറ് മേടിച്ചു എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പുതിയ വിശേഷം ഉണ്ടായിരുന്നു ഇരിക്കട്ടെ, പിന്നെ നാലാളോട് പറയാൻ എന്തൊരു ധൃതിയാണ്. ആരെങ്കിലും ഒന്ന് കണ്ടിട്ട് വേണ്ടത് പറയാൻ. ഈ പുതിയ വിശേഷം കണ്ടാലോടെ പറയാൻ തന്നെ, പക്ഷേ കണ്ടാൽ മാത്രമേ നാം പറയുന്നുള്ളൂ. അല്ല, കാണുന്നത് വരെ, ഇത് പറഞ്ഞു കേൾപ്പിക്കാൻ പാകത്ത് ഒരാളെ മുന്നിൽ കിട്ടുന്നത് വരെ നമ്മുടെ മനസ്സിൽ തന്നെ നമ്മൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊന്ന് പറയണം, ഇതൊന്ന് പറയണം, ഇതൊന്ന് പറയണം. മനസ്സിൽ വേറെ എന്തെങ്കിലും ഉണ്ടാവുമോ? അതുപോലെ വളരെ ചെറിയതായിട്ടുള്ള ഇത്തരം വിഷയങ്ങൾ പോലും നമ്മുടെ മനസ്സില് ജീവിതത്തിലെ മിക്ക ഭാഗവും അപഹരിച്ചെടുക്കുന്നുവെങ്കിൽ ഭാഗവതന്മാർക്ക് ഭഗവാനെ കുറിച്ച് മാത്രമേ പറയേണ്ടാവുള്ളൂ, ഭഗവാനെ കുറിച്ച് മാത്രമേ ചിന്തിക്കാനുണ്ടാവുള്ളൂ. അങ്ങനെ 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 ക്രമേണ അവര് മനസ്സിലെ മറ്റെല്ലാ മാലിന്യങ്ങളും നീങ്ങി ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നു. പിന്നെ ഈ ചേതി രാജാവ് ശിശുപാലൻ ആരാണെന്ന് വിചാരിച്ചത്? ഏതെങ്കിലും സാധാരണക്കാരനല്ല, ഭഗവാന്റെ കാവൽക്കാരായിരുന്നു വൈകുണ്ഠത്തിലെ ജയവിജയന്മാര്. അവരെ സർഗാദികളെ തടഞ്ഞു എന്നതുകൊണ്ട് അവർ ശപിച്ചു, 3 പ്രാവശ്യം നിങ്ങൾ ഭൂമിയില് അസുരന്മാരായി പോയി ജനിക്കും. എവിടെ വേണമെങ്കിൽ പോയി ജനിക്കാം, ഭഗവാനെ വിരോധമില്ല. പക്ഷേ എവിടെ പോയി ജനിച്ചാലും ഭഗവാനെ മറക്കരുത്. ഭവേ ഭവേ യഥാഭക്തി പാദയോസ്തവ ജായതേ തഥാ കുരുഷ്വ ദേവേശ. അങ്ങനെ ഒരു പ്രാർത്ഥന മാത്രമേ ജയവിജയന്മാർക്ക് ചെയ്യാണ്ടായിരുന്നുള്ളൂ. അപ്പോ ഭഗവാൻ അവർക്ക് കൽപ്പിച്ചു കൊടുത്തതാണ് സംരംഭയോഗം എന്നുള്ളത്. ഭഗവാനോടുള്ള എതിർപ്പ്. അവർ ഹിരണ്യാക്ഷരം ഹിരണ്യകശിപുവായിട്ട് ജനിച്ചു. ഭഗവാൻ അവരെ വധിച്ച് തന്നിലേക്ക് ചേർത്തു. വരാഹമൂർത്തിയായിട്ടും നരസിംഹമൂർത്തിയായിട്ടും. പിന്നെ അവര് രാവണ കുംഭകർണന്മാരായി ശ്രീരാമചന്ദ്രനായി വന്ന ഭഗവാൻ അവരെ വധിച്ച് തന്നിലേക്ക് ചേർത്തു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോഴിതാ അവര് ദന്തവക്തനും ശിശുപാലനുമായിട്ട് ജനിച്ചിരിക്കണു. ശിശുപാലന് ഭഗവാൻ സദ്ഗതി കൊടുത്തു. ഇനി അതിന് താമസമില്ലാണ്ട് ദന്തവക്തനും ഇതേ ഗതി കൊടുക്കും. അതുകൊണ്ട് ഹേ യുധിഷ്ഠിര, ഈ രംഗം കാണാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായി പുണ്യായി എന്ന് കരുതിക്കോളൂ. ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തന്മാരെ ഇനി ഈ സംസാരത്തിൽ പെടുത്താതെ എന്നേക്കുമായിട്ട് ഭഗവാൻ തന്നിലേക്ക് ചേർക്കുന്ന രംഗമാണ് അങ്ങേക്ക് കാണാൻ കഴിഞ്ഞത്. ഇങ്ങനെ നാരദ മഹർഷി ശിശുപാലന്റെ മഹിമ എന്നങ്ങനെ പാടിയപ്പോഴാണ് അത്ഭുതമായി പോയി യുധിഷ്ഠിരന്. ഇത്രയ്ക്കൊക്കെ മഹിമയുണ്ട് ശിശുപാലനെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എങ്കിലയാളുടെ ആ പഴയ കഥകളൊക്കെ എനിക്കൊന്ന് കേൾക്കണം എന്നായി ആഗ്രഹം. അങ്ങനെയാണ് ഹിരണ്യകശിപുവായിട്ട് ജനിച്ച കാലത്തെ കഥ പറയാൻ തുടങ്ങിയത്. നരസിംഹാവതാരം പറയാം, ഒപ്പം പ്രഹ്ലാദന്റെ ഭക്തിഭാവത്തെ കുറിച്ചും പറയാലോ. സാക്ഷാൽ കശ്യപ പ്രജാപതിയുടെ മകനാണ് ഹിരണ്യാക്ഷൻ, ഈ ഹിരണ്യകശിപു. എത്ര നല്ലൊരു ഭക്തനാണ് കശ്യപ പ്രജാപതി. പക്ഷേ അദ്ദേഹത്തിന് മകനായിട്ട് ഇന്നും 2 മക്കളാണ് ജനിച്ചത്, ഹിരണ്യാക്ഷനും ഹിരണ്യകശിപു. എന്റെ ഇങ്ങനെ വരാൻ നല്ല ഭക്തനായിട്ടുള്ള സന്മാർഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവനായിട്ടുള്ള ആ കശ്യപ പ്രജാപതിക്ക് ഇങ്ങനെ 2 മക്കൾ ഉണ്ടാവാൻ? ഇനി ആ ഹിരണ്യകശിപുവിന്റെ മകനാണ് പ്രഹ്ലാദൻ. ഇത്രയും ഭഗവാനെ ദ്വേഷിച്ചു നടക്കുന്ന ഹിരണ്യകശിപുവിന് എങ്ങനെ ഇങ്ങനൊരു മകൻ ഉണ്ടായത്? പ്രഹ്ലാദനെ പോലെ സംശയം തോന്നാം നമുക്ക്. അപ്പോഴാണ് അതിന് ഗുരുനാഥന്മാർ പറഞ്ഞു തരുന്നത്, കർമ്മവാസനകൾ, ഓരോരുത്തരുടെയും സ്വഭാവങ്ങൾ നിശ്ചയിക്കപ്പെടുന്നത് ആരുടെ മകൻ ആരായിത്തീരണം അങ്ങനെയല്ല. അച്ഛൻ ഭക്തനാച്ചിട്ട് മകൻ ഭക്തനായിക്കൊള്ളുന്നില്ല, അച്ഛൻ ഭക്തനല്ലാച്ചിട്ട് മക്കൾക്ക് ഭക്തി ഉണ്ടാവരുത്, അങ്ങനെയില്ല. അതൊക്കെ ഓരോ ജീവനും കഴിഞ്ഞ ജന്മജന്മാന്തരങ്ങളായിട്ട് സജ്ജനങ്ങളുടെ പ്രീതിക്ക് പാത്രമായിട്ടുണ്ടെങ്കിൽ അവർക്ക്
ഭഗവത് പാദത്തിലേക്ക് ഭക്തി ഉണ്ടാവും. സജ്ജനങ്ങൾക്ക് അപ്രീതി തോന്നിയിട്ടുണ്ട് ഈ ജീവനോടെങ്കിൽ അവന് ഭഗവാനെ മറന്നു നടക്കുന്നതായിട്ടുള്ള അവസ്ഥകളും ഉണ്ടാവും. സനകാദികൾക്ക് ജൈവജയന്മാരോട് തോന്നിയതായിട്ടുള്ള അപ്രീതിയാണ് അവര് പിന്നെ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും രാവണനും ഉപകരണനും ഒക്കെ ആയിട്ട് പോയി ചിരിക്കാൻ കാരണം. അങ്ങനെയുള്ള ഹിരണ്യകശിപുവിന്റെ ഭാര്യയായിട്ടുള്ള കയാധുവിന്റെ ഗർഭത്തിൽ കിടക്കുന്ന പ്രഹ്ലാദനോട് നാരദ മഹർഷിക്ക് തോന്നിയ ഒരു പ്രീതി, അതാണ് പ്രഹ്ലാദനെ ഇത്രയും വലിയ ഭക്തനാക്കി തീർത്തത്. നമുക്കൊക്കെ ഭഗവത് പാദത്തിലേക്ക് ഒരു ഇത്തിരി ഭക്തി ശ്രദ്ധ ഉണ്ടാവണമെങ്കിൽ, നമുക്ക് ഭഗവാൻ തന്ന വേഷം ഭഗവത് സന്തോഷത്തിന് ഭംഗിയായിട്ട് ആടിത്തീർക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായി വരണമെങ്കിൽ സജ്ജനങ്ങൾക്ക് നമ്മളോട് പ്രീതി തോന്നിയാൽ മതി. അവരുടെ ഒരു നിറഞ്ഞ മനസ്സോട് കൂടിയതായിട്ടുള്ള കടാക്ഷം നമ്മളിലേക്ക് എത്തിയാൽ മതി. അങ്ങനെ രണ്ട് വളരെ വിപരീതങ്ങളായിട്ടുള്ള കർമ്മവാസനകളെ കാണിച്ചു തരികയാണ് ഹിരണ്യകശിപുവിനെയും പ്രഹ്ലാദനെയും. ഹിരണ്യാക്ഷനെ ഭഗവാൻ വരാഹമൂർത്തിയായി വന്ന് വധിച്ചു. അത് കേട്ടിട്ട് ഹിരണ്യകശിപു എന്റെ അനുജനെ കൊന്ന വിഷ്ണുവിന്റെ മാരണത്തെ ശൂലം കൊണ്ട് കുത്തി പിളർന്നാൽ അതിൽ നിന്ന് വരുന്നതായിട്ടുള്ള രക്തം കൊണ്ട് എന്റെ അനുജനെ ഞാൻ തർപ്പണം ചെയ്യുന്നൊക്കെ ശപഥം ചെയ്ത് അമ്മയായിട്ടുള്ള ദിതിദേവിയെയും ഹിരണ്യാക്ഷന്റെ വിധവയായിട്ടുള്ള ഋഷാഭാനുവിനെയും മക്കളെയൊക്കെ ഒന്ന് സമാധാനിപ്പിച്ച് ഭഗവാനെതിരായിട്ട് യുദ്ധം ചെയ്യാൻ പാകത്തിന് ബലൻ ആക്കണമെന്ന് കരുതി തപസ്സിന് പുറപ്പെട്ടു. മന്ത്രപർവ്വതത്തിലേക്ക് പോയി. ഒറ്റക്കാലിന്റെ പെരുവിരൽ മാത്രം നിലത്ത് കുത്തി കൈകൾ രണ്ടും ആകാശത്തിലേക്ക് അങ്ങനെ ഉയർത്തിപ്പിടിച്ച് നിന്ന് കണ്ണ് രണ്ടും ആകാശത്തിലേക്ക് ഉരുട്ടി പിടിച്ചു നോക്കിക്കൊണ്ടാണ് ഹിരണ്യകശിപുവിന്റെ തപസ്. അത്യുഗ്ര തപസ്. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ആകാശത്തു കൂടി ഒന്നും യാത്ര ചെയ്യാൻ വയ്യ ദേവന്മാർക്ക്. ഇയാളുടെ കണ്ണെന്നുള്ള അഗ്നിജ്വാലകളെ ആകാശത്തെ ചൂട് പിടിപ്പിക്കാം. ഭൂർലോകം ചൂടായി, സ്വർലോകം ചൂടായി, മുകളിലേക്ക് ഓരോരോ ലോകങ്ങളെയായിട്ട് ചൂട് പിടിപ്പിക്കാം. ദേവന്മാരൊക്കെ ഓടിച്ചെന്നു നേരെ സത്യലോകത്തേക്ക് ബ്രഹ്മാവിന്റെ അടുത്തേക്ക്. ഇത് പറഞ്ഞു, ബ്രഹ്മദേവ, അദ്ദേഹം തപസ് ചെയ്യുന്നത് അങ്ങയെ കുറിച്ചാണെന്ന് തോന്നുന്നു, വേഗം ചെന്നോളൂ, കാത്തിരിക്കേണ്ട. കാരണം ഇപ്പതേ ഭൂർലോകം ചൂടായി, സ്വർലോകം ചൂടായി, അവിടെ നിന്ന് ഇരിക്കാൻ വയ്യ. കുറച്ചു കഴിഞ്ഞ സത്യലോകത്തേക്ക് ഈ ചൂട് എത്തിക്കഴിഞ്ഞാൽ അങ്ങേക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അങ്ങയും കൂടി അങ്ങയുടെ താമരപ്പൂവിൽ നിന്ന് താഴേക്ക് ഇറക്കി വിട്ടിട്ട് അവിടെ കയറി ഇരിക്കണം എന്ന് കരുതിയിട്ടാണ് ഹിരണ്യകശിപു തപസ് ചെയ്യണമെന്ന് കേൾക്കണം. അങ്ങേക്ക് അങ്ങയുടെ സ്ഥാനം നിലനിർത്തുന്നുണ്ടെങ്കിൽ വേഗം ചെന്നിട്ട് അയാളെ ഉറക്കിക്കൊള്ളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞു അത്രേ ദേവന്മാര്. അങ്ങനെ ഓടിച്ചെന്ന് ബ്രഹ്മാവ് ഹിരണ്യകശിപുവിന്റെ തപസ് ചെയ്ത സ്ഥാനം പരിശോധിച്ചു. അവിടെ ആളെ ഒന്നും കാണാനില്ല. വലിയൊരു ചെതൽക്കൂറ്റുണ്ട്. തട്ടിപ്പൊളിച്ച് നോക്കിയപ്പോ അതിനകത്ത് അസ്ഥി മാത്രമാണ്. എന്നിട്ടും പ്രാണൻ പോയിട്ടില്ല. അത്ഭുതമായി പോയി. കണ്ടതായിട്ടുള്ള ബ്രഹ്മാവിനെ താനാണ് ലോകത്തെ ഈ മനുഷ്യരെ മറ്റു ജീവികളൊക്കെ ശരീരത്തോടു കൂടി ഇങ്ങനെ സൃഷ്ടിച്ചു വിട്ടത്. ഏതെങ്കിലും ഒരു ശരീരത്തിന് അസ്ഥി മാത്രമായാലും പ്രാണൻ നിലനിൽക്കുന്നത് താൻ സങ്കല്പിച്ചിട്ടില്ല. പ്രാണൻ നിലനിൽക്കണമെങ്കിൽ വേറെ ചിലതൊക്കെ വേണം. എല്ലും തൊലി ആയാൽ തന്നെ നിൽക്കുമെന്ന് പറയാറുണ്ട്. തൊലി എല്ല് മാത്രമായാൽ പ്രാണൻ നിൽക്കാൻ വിഷമാണ്. പക്ഷെ പ്രാണാഹി അസ്ഥിഷു ശേരത്തെ നയതൽ പൂർവശക്രു നഗരിഷ്യന്തി ചാപൻ. ഇതിനു മുൻപ് ഇതുപോലെ നമസ്കാരം ചെയ്തിട്ടില്ല, ഇനി ആർക്കും ചെയ്യാൻ പറ്റുന്നും തോന്നുന്നില്ല, സന്തോഷമായി എഴുന്നേൽക്കൂ എന്നൊക്കെ പറഞ്ഞ് തന്റെ കമണ്ടലുകളെ ജലമെടുത്ത് തളിച്ചപ്പോ വജ്ര സംഹാരം യുവ എന്തൊരു തേജസ്സോട് കൂടിയിട്ടാണ് ആ ഹിരണ്യകശിപുവിന് ശരീരമുണ്ടായി വന്നത്. അയാൾ എഴുന്നേറ്റു, ബ്രഹ്മാവിനെ നമസ്കരിച്ചു. എന്നിട്ട് യതി ദാസ്യസ്യ അഭിമതാൻ വരാന്നേ വരദോത്തമം ഭൂതേഭ്യ ത്വദ്വിസൃഷ്ടേഭ്യ മൃത്യുർമാഭൂൽമമ. അങ്ങയുടെ സൃഷ്ടിയിൽപ്പെട്ട ഒന്നുകൊണ്ടും എനിക്ക് മരണം വരാതിരിക്കട്ടെ എന്ന് വരമാനിയട്ടെ. ബ്രഹ്മാവ് അപ്പം കൊടുത്തു. ഓ, അങ്ങനെ ആയിക്കോട്ടെ. പിന്നെ ഹിരണ്യകശിപുവിന് തനിക്ക് മരണം വരാതിരിക്കാനുള്ള ചില വഴികൾ കൂടി വേണം. അതുകൊണ്ട് അകത്ത് വെച്ച് മരിക്കരുത്, പുറത്ത് വെച്ച് മരിക്കരുത്, പകൽ മരിക്കരുത്, രാത്രി മരിക്കരുത്, ഭൂമിയിൽ മരിക്കരുത്, ആകാശത്ത് മരിക്കരുത്, ദേവന്മാര് കൊല്ലരുത്, മൃഗങ്ങൾ കൊല്ലരുത്, മനുഷ്യർ കൊല്ലരുത്, ജീവനുള്ളതുകൊണ്ട് മരിക്കരുത്, ജീവനില്ലാത്തതുകൊണ്ട് മരിക്കരുത്. ഇങ്ങനെ അനവധി വരം മേടിച്ചു.
ഒക്കെ കൊടുത്തു ബ്രഹ്മാവ്. അതെന്താ ഇങ്ങനൊരു വീട്ടു വിചാരമില്ലാണ്ട് ബ്രഹ്മാവ് വരം കൊടുക്കണം? ഇങ്ങനൊരു വീട്ടു വിചാരമില്ലാണ്ട് ബ്രഹ്മാവ് കണ്ണിൽ കണ്ടവർക്കൊക്കെ വരം കൊടുത്തിട്ടല്ലേ അവര് ലോകത്തിനെ മുഴുവൻ ഉപദ്രവിക്കുന്നത്? ബ്രഹ്മാവല്ലേ ലോകത്തിന് ഇത്ര ഉപദ്രവങ്ങൾ ഉണ്ടായിത്തീരാൻ കാരണം എന്നൊക്കെ ചിലർ സംശയിക്കാറുണ്ട്. അങ്ങനെയല്ല. ബ്രഹ്മദേവൻ സത്യജ്ഞാനുള്ള ആളാണ്. ന ഭാരതീ മേഘൃഷോ അപലക്ഷ്യതേ ന വൈ ക്വചിന്മേ മനസോ വൃഷാഗതി ന മേ ഋഷീകാണി പതന്തി അസൽപഥേ യന്മേ ഹൃദ ഉത്കണ്ഠ്യപരാധലോഹരി. എന്റെ വാക്കോ ഇന്ദ്രിയങ്ങളോ മനസ്സോ അരുതാത്ത വഴിക്കാവില്ല. എന്റെ കഴിവുകൊണ്ടല്ല. ഇനിയോ ഒരു മണി ചോറിന്റെ തിന്നാനും കൊടുക്കരുത് ഏർപ്പാടാക്കി. പക്ഷെ പ്രഹ്ലാദന് ഏറ്റവും സന്തോഷമാവുക ചെയ്യുന്നത്. ഒരാളും അടുത്തേക്കും വരില്ല. ഇനി ഊണ് കഴിക്കാനും കൂടി നാമം ജപം നിർത്തും വേണ്ട. സുഖമായിട്ട് പ്രഹ്ലാദൻ അവിടെ ആ ബന്ധനത്തിൽ കിടന്ന് നാമം ജപിക്കുമ്പോ ശങ്കാമർക്കന്മാരെ ഗുരുനാഥന്മാരെ ഒന്ന് അങ്ങോട്ടും മാറിയ നേരത്താണ് കൂട്ടുകാരടുത്തേക്ക് വന്നിട്ട് എന്തിനാ പ്രഹ്ലാദ അച്ഛൻ പറഞ്ഞത് കേൾക്കാണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതുകൊണ്ടല്ലേ ഇത്തരം ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാവണം ചോദിക്കണം. പ്രഹ്ലാദൻ അവർക്ക് വലിയ ഭാഗവതധർമ്മത്തിന്റെ ഉപദേശം കൊടുത്തു. ചുരുക്കം പറഞ്ഞാൽ, കുട്ടികളെ, അച്ഛൻ പലതരത്തിലും എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നത് ശരി. പക്ഷെ അത് മാത്രം കണ്ടാൽ പോരാ. നിങ്ങൾ അതൊന്നും എന്നെ ബാധിച്ചില്ലല്ലോ, അതും കൂടി കാണും. എന്താ എന്നെ ബാധിക്കാതിരിക്കാൻ? ഞാനും നിങ്ങളും ഒരേപോലെയുള്ള കുട്ടികളല്ലേ. എന്താ വ്യത്യാസം? നമ്മളൊക്കെ ഒരേ പ്രായക്കാരെ, ഒരേപോലെയുള്ള ശരീരത്തോട് കൂടിയവര്. വാൾ കൊണ്ട് വെട്ടിയാൽ, കൊണ്ട് കുത്തിയാൽ, തീയിൽ കൊണ്ടിട്ടാൽ, വെള്ളത്തിൽ കെട്ടിത്താത്തിയാൽ മരിച്ചു പോകാൻ പോകുന്നതേ ഉള്ളൂ ഞാൻ. എന്നാൽ അതൊന്നും എന്നെ ബാധിച്ചില്ലെങ്കിൽ അപ്പോ അദൃശ്യമായിട്ടുള്ള മറ്റെന്തോ ഒരു ബലം അത് കൂടെ ഉള്ളതായിട്ട് ഇപ്പൊ അനുഭവമല്ലേ? കുട്ടികളെ, എന്റെ അച്ഛൻ സത്യത്തില് നാരദ മഹർഷിയായിരുന്ന എന്റെ ഗുരുനാഥൻ ഭഗവത് നാമം ജപിച്ചാൽ ഭഗവാൻ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞു തന്നത് അനുഭവത്തിലാക്കി തരാണ്. അത് അനുഭവത്തിലാക്കി തരാണ്. അല്ലാണ്ട് ഇതൊരിക്കലും വിഷമിക്കല്ല വേണ്ടത്. ഇനിയും നാമം ജപിച്ചു നോക്കൂ, നിങ്ങൾക്കും ഇത് അനുഭവമാവും. എന്നെ പോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളത്. ഇതിനിപ്പോ ദേവനായിട്ടോ മനുഷ്യനായിട്ടോ കുറെ പഠിപ്പുണ്ടായിട്ടോ കുലമഹിമ ഉണ്ടായിട്ടോ പ്രായം ഉണ്ടായിട്ടോ ഒന്നും വേണ്ട. ഇത് മനസ്സിലാക്കാനായിട്ട് ശുദ്ധമായിട്ടൊരു ഹൃദയം വേണ്ടു. വേറെ ചിന്തയൊന്നും ഇല്ലാത്ത ഒരു ഹൃദയം, മുൻധാരണകളില്ലാത്ത ഒരു ഹൃദയം, കേട്ടതിനെ വിശ്വസിക്കാനും ചെയ്തു നോക്കാനും തയ്യാറുള്ള ഒരു ഹൃദയം, കേടുവന്നിട്ടില്ലാത്ത ഒരു ഹൃദയം, അതേ വേണ്ടു. നാമം ജപിച്ചു നോക്കൂ കുട്ടികളെ, നിങ്ങൾക്കും ഇത് അനുഭവമാകും. അങ്ങനെ ഭഗവത് നാമം ജപിച്ചാൽ അതുകൊണ്ടുള്ള ഗുണം എന്താ? ഭഗവാനെ മാത്രമേ നമുക്ക് വേണ്ടൂ എന്നൊരു നിലയുണ്ടായാൽ, ഏകാന്ത ഭക്തി ഗോവിന്ദൻ, ഭഗവാനെ മാത്രമേ നമുക്ക് വേണ്ടൂ എന്ന് വന്നാൽ അതുകൊണ്ടുണ്ടാവുന്ന ഏറ്റവും വലിയ പ്രയോജനം എന്താണെന്ന് വെച്ചിട്ടുണ്ടോ? യൽ സർവത്ര തദീക്ഷ. അതുകൊണ്ട് എവിടെ പോയാലും നമുക്കും അവനെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ എന്ന് നിലയുണ്ടാവും. നമുക്ക് ഭഗവാനെ മാത്രമേ വേണ്ടൂ എന്ന നില വന്നാൽ ഭഗവാനും നമ്മളെ ഏറ്റവും കൂടുതൽ സദാ കടാക്ഷിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് അനുഭവത്തിലായിരിക്കും. അതുകൊണ്ട് ഒട്ടും സംശയിക്കേണ്ട, നാമം ജപിച്ചോളൂ. കുട്ടികൾക്ക് അങ്ങനെ ജപിച്ചോളൂ പറഞ്ഞാൽ ജപിക്കാൻ അറിയില്ലേ, ഒരു തുടക്കം കിട്ടണം. വിറക് എന്ന് പറയുന്ന വസ്തുവില് അഗ്നിയുണ്ട്, എല്ലാവരും പറയാറുണ്ട് വിഭാവസുര വൈദസഹ. പക്ഷെ വിറകിൽ അഗ്നി ഉണ്ട് പറഞ്ഞിരുന്നോണ്ട് അടുപ്പില് അരി വേവില്ല. ആ വിറകിലുള്ള അഗ്നിയെ പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ ആദ്യം വേറൊരു അഗ്നിയിലേക്ക് ചേർത്ത് വെക്കണം, എന്നാൽ ഇതിലുള്ള അഗ്നിയുടെ പുറത്തേക്ക് വരാൻ പറ്റും. എന്ന പോലെ വെറുതെ ഇരിക്കണ ഈ അസുര കുട്ടികൾക്ക് ഒരു ദിവസം നാമം ജപിക്കാൻ തോന്നില്ല. നാമം ജപിക്കണ പ്രഹ്ലാദൻ ഉറക്കെ ചൊല്ലിക്കൊടുത്തു. അവരനുകരിച്ച് കുറച്ചു കഴിഞ്ഞപ്പോ അവരും നാമത്തിന്റെ ആ തീ അവരിൽ കത്തി പടർന്നു. അവര് ആനന്ദത്തിൽ തുള്ളിച്ചാടാൻ തുടങ്ങി നാമത്തിന്റെ താളത്തിൽ. ഇത് കണ്ടുകൊണ്ടാ ശ്രദ്ധാവർഗന്മാര് വന്നത്. ഓടി ചെന്ന് ഹിരണ്യകശിപുവിനെ വീററിയിച്ചു. പാഞ്ഞകൾ വന്നു ഹിരണ്യകശിപു. മറ്റുള്ള അസുരബാലന്മാർ ഓടിപ്പോയി പ്രഹ്ലാദൻ തന്നെ വന്ദിക്കണു.
ഹേ ദുർവിനീത, ദുർവിനയം കാണിക്കുന്നു. കുലമുടിക്കാനായിട്ടുണ്ടായവനെ എനിക്കെതിരായിട്ട് ഒറ്റയ്ക്ക് ഇത്ര വലിയൊരു പട നയിക്കാൻ നിന്നെ കൊണ്ടാവില്ല. നിന്റെ പിന്നില് ആരാണത്? ആരാ നിന്റെ ബലം എന്ന് ചോദിക്കണം. പ്രഹ്ലാദൻ നല്ല ഭാഷയിൽ പറഞ്ഞു കൊടുത്തു, അച്ഛൻ എനിക്ക് മാത്രമല്ല അങ്ങേക്കും. ഹേ രാജാവേ, എല്ലാവർക്കും ബലം ഒരേ ഭഗവാൻ ശ്രീഹരിയ. അന്ന് അത് അറിഞ്ഞിട്ടില്ല, ഞാനത് അറിയുന്നുണ്ട്. അത്രേ വ്യത്യാസമുള്ളൂ. അങ്ങേക്ക് അത് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോ അങ്ങ് എവിടെയാ കിടക്കണതെന്ന് ചിന്തിക്കും. ലോകം മുഴുവൻ ജയിച്ചവനാണെന്ന് പറയണമല്ലോ. പക്ഷെ ഏതെങ്കിലും 4 കുട്ടികൾ ഒരു മൂലക്കിലിരുന്ന് നാമം ജപിക്കുമ്പോഴേക്കും അങ്ങ് ഭയപ്പെടാതിരുന്നോ? അങ്ങ് എന്താ ജയിച്ചിട്ടുള്ളത്? അങ്ങ് നേടി എന്ന് പറയണോ സകലതും. പക്ഷെ ഇന്നുവരെ ഒന്നും നേടിയിട്ടില്ല എന്ന് അങ്ങയുടെ മനസ്സിലെ ഈ ഭയപ്പാട് കൊണ്ട് തന്നെ അങ്ങ് മനസ്സിലാക്കണം. എന്നിട്ട് അങ്ങ് ഈ അഹങ്കാരം കൊണ്ട് വിട്ട് സജ്ജനങ്ങളെ നമസ്കരിക്കാൻ തയ്യാറായി നോക്കൂ. ഇനിയും ഈ മാർഗത്തിലേക്ക് വരാൻ സമയം ബാക്കിയുണ്ട്, നേരം വൈകിട്ടില്ല. നാമം ജപിച്ചു നോക്കൂ അച്ഛ. പക്ഷെ ഇതൊന്നും ഹിരണ്യകശിപുവിന് കേൾക്കാനുള്ള ക്ഷമയില്ല. വീണ്ടും ഹിരണ്യകശിപു ദേഷ്യപ്പെട്ട് പറയാൻ, നിനക്ക് മരിക്കാതായി എന്നാ തോന്നുന്നത്? ഭാഗ്യം കെട്ടവനെ, എനിക്ക് ശേഷം 3 ലോകത്തിന്റെ ചക്രവർത്തിയാകേണ്ടതിന് പകരം എന്റെ കൈ കൊണ്ട് മരിക്കാനാണല്ലോ നിനക്ക് യോഗം. എന്തായാലും അവസാനിപ്പിക്കേ. നിന്നെ പോലെ ഒരുത്തനെ ഇനി വെച്ചോണ്ടിരിക്കണില്ല, അവസാനിപ്പിക്കേ. അതിന് മുമ്പ് ഒരു ചോദ്യം, അങ്ങനെ ഉണ്ട് എന്ന് പറയണമല്ലോ, എവിടെ കണ്ടുണ്ടോ? സർവത്ര, എല്ലായിടത്തും കണ്ടിട്ട്. ഈ നൂലിൽ കണ്ടുണ്ടോ? ഉണ്ടല്ലോ. ഞാൻ കാണുന്നില്ലല്ലോ. അതിനെനിക്ക് ഉത്തരം പറയാനില്ല. ഞാൻ കാണുന്നില്ലോ എന്ന് പറഞ്ഞാൽ അങ്ങ് കാണുന്നില്ല, അങ്ങയുടെ പോരായ്മ. അതിനാ വസ്തു ഇല്ലാന്നല്ല അതിന്റെ അർത്ഥം. അങ്ങേക്ക് അത് കാണാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങ് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരം പറയാൻ ഞാൻ ആളല്ല, ദൃശ്യത എനിക്ക് കാണാനുണ്ട് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അതോടുകൂടിയിട്ട് ഹിരണ്യകശിപുവിന്റെ എല്ലാ നിയന്ത്രണവും വിട്ടു. ഞാൻ നിന്നെ വധിക്കുകയായി. അതിനുള്ളിൽ അവൻ ഉണ്ടെങ്കിൽ പുറത്തു വന്ന് നിന്നെ രക്ഷിക്കട്ടെ, അല്ലെങ്കിൽ എന്റെ കൈകൊണ്ട് നിന്റെ അവസാനം. പക്ഷേ ഭഗവാന്റെ കാരുണ്യം ആലോചിച്ചു നോക്കൂ. അജാമിളൻ എത്രയെല്ലാം ദുഷ്ടനായിരുന്നെങ്കിലും നാരായണാവൊരു നാമം ജപിപ്പിച്ചുല്ലോ ഭഗവാൻ. ചിത്രകേതു പുത്രാസുരനായി കിടന്ന് എത്രയെല്ലാം തമോഗുണത്തോടു കൂടി കളിച്ചാലും ഹരേ എന്നൊരു നാമം ജപിപ്പിച്ചുവല്ലോ ഭഗവാൻ. അതുപോലെ മറ്റുള്ളവരോട് ഒക്കെ നാമം ജപിക്കരുത് എന്ന് പറയുന്ന ആ ഹിരണ്യകശിപുവിനെ കൊണ്ട് ഈ അവസാനത്തെ നിമിഷത്തില് ഗോവായേത ഹരിത്വാദ്യ ഒരു നാമം ജപിപ്പിച്ചു ഭഗവാൻ. മതി, ഒരു നാമം ജപിച്ചു കിട്ടിയാൽ മതി. ഏതെങ്കിലും നിലയ്ക്ക് ഒരു നാമം ജപിച്ചു കിട്ടിയാൽ മതി. പിന്നെ ഞാൻ പിടിച്ചോളാം. ഹിരണ്യകശിപു തൂണിലേക്ക് തട്ടുന്നു. പുറത്തേക്ക് ഒരൊറ്റ ചാട്ടാണ് ഭഗവാൻ. അണ്ടകടാഹത്തുമാറുള്ള അലർച്ചയോട് കൂടിയിട്ട് നരസിംഹമൂർത്തി പാഞ്ഞങ്ങൾ വരുന്നതായിട്ടുള്ള ഹിരണ്യകശിപുവിനെ പൂണ്ടടക്കം കെട്ടിപ്പിടിക്ക്. പലവട്ടം ഹിരണ്യകശിപു കയ്യിൽ നിന്ന് കൊതറി ദൂരേക്ക് മാറി. ഭഗവാനേക്കാൾ വലുതാവാൻ ശ്രമിക്കണു ഹിരണ്യകശിപു, ഭഗവാൻ അതിലും വലുതാവണു. ഭഗവാനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ ശ്രമിക്കണു ഹിരണ്യകശിപു, ഭഗവാൻ അതിലും വേഗത്തിൽ സഞ്ചരിക്കണം. ഭഗവാനേക്കാൾ ഉച്ചത്തിൽ അലറാൻ ശ്രമിക്കണു ഹിരണ്യകശിപു, ഭഗവാൻ അതിലും ഉച്ചത്തിൽ അലറണം. ഒരു രീതിയിലും ഭഗവാനെ അതിക്രമിക്കാൻ തനിക്ക് സാധിക്കില്ല. ബലം കൊണ്ടായാലും വേഗം കൊണ്ടായാലും ശബ്ദം കൊണ്ടായാലും ഓജസ് കൊണ്ടായാലും തേജസ് കൊണ്ടായാലും ഭഗവാനേക്കാൾ മേലെയാവാൻ തന്നേക്ക് സാധിക്കില്ല. എന്തൊക്കെ എനിക്ക് അതുണ്ട് ഇതുണ്ട് എന്ന അഹങ്കാരം ഉണ്ടായിരുന്നോ ഓരോന്നായിട്ട് അഹങ്കാരത്തിന്റെ പത്തികൾ അങ്ങനെ ചവിട്ടി കളിയമന്ത്രം നടത്തിയതായിട്ടുള്ള ഭഗവാൻ സന്ധ്യാസമയമായപ്പോ ഹിരണ്യകശിപുവിനെ പിടിച്ചടക്കി അവന്റെ കാതില് എല്ലാ അഹങ്കാരവും ഇല്ലാതാക്കുന്ന അവസാനത്തെ പ്രയോഗം. എനിക്ക് നിന്നെ മനസ്സിലായി കുട്ടി. ആ ഒരു അലർച്ച കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് എന്നുള്ള വാക്ക്, അതിന്റെ ഒരു ശബ്ദം ലോകനെല്ലാം അലർച്ചയായിട്ടായിരിക്കാം കേട്ടത്. ഹിരണ്യകശിപുവിന് പരമപ്രേമത്തിന്റെ വാക്ക്. ഉള്ളിലെ അവസാനത്തെ അഹങ്കാരവും പോയി. കൈകൾ നമ്മൾ കോരിയെടുത്തു. ഉമ്മറപ്പടിയിൽ ചെന്നിരുന്നു തന്റെ മടിയിൽ കിടത്തി.
കൈകാലുകളെയെല്ലാം തന്റെ മറ്റു കൈകളെ കൊണ്ട് ഒതുക്കി വരുമോ ഭഗവാൻ? ഹിരണ്യകശിപുവിന്റെ മാരണം തുള്ളി 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 മുകളിലേക്ക് വരിക. ഭഗവാൻ തന്റെ കൈകളുടെ കായുധങ്ങളെ കൊണ്ട് അതിനെ ഇങ്ങനെ കൂട്ടി പിളർന്ന് അതിൽ നിന്ന് വരുന്ന ചുടി ചോരയെ പാനം ചെയ്ത് അതിനകത്തുള്ള അവസാനത്തുള്ള ചോരയെ നക്കി തോർത്തിയെടുക്കാൻ പറയപ്പെട്ടപ്പോ കഴുത്തില് കുടലൊക്കെ കൂടി മാലയായി വീണ് ഹൃദയപത്മത്തെ പടച്ചെടുത്ത് തട്ടി തെറിപ്പിക്കണം ഹിരണ്യകശിപുവിന്റെ ശരീരത്തെ. ആകാശത്തേക്ക് ഒരു നോട്ടം നോക്കിയത്രേ ബ്രഹ്മാവിനെ. എന്റെ ബ്രഹ്മാവേ, ഇത്തരം വേഷം കെട്ടാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ആൾക്കാരെ ഭയപ്പെടുത്തുന്ന വേഷം. എല്ലാവരും എന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരട്ടെ, എന്നെ സ്നേഹിച്ചുകൊണ്ട് വരട്ടെ എന്നാണ് ഞാൻ കരുതാറ്. എന്നെ കൊണ്ട് ഈ വേഷം കെട്ടിച്ചത് അങ്ങാണ്. എന്താണെങ്കിലും ശരി, അങ്ങ് ജയിക്കും. പറഞ്ഞ പോലെയൊക്കെ ആയില്ലേ? സത്യം വിഹാരം ഭാഷിതം ആയില്ലേ? അങ്ങയുടെ ഭൃത്യന്മാര് പറഞ്ഞ വാക്കും ശരിയായില്ലേ? അങ്ങ് പറഞ്ഞ വാക്കും ശരിയായില്ലേ? എന്റെ ഭൃത്യന്മാര് പറഞ്ഞ വാക്കും ശരിയായില്ലേ? ഇനി ബാക്കിയൊന്നുമില്ലല്ലോ. അവിടെ ബ്രഹ്മാവിന്റെ കണക്കിലുള്ളതൊക്കെ കഴിഞ്ഞിരിക്കണം. ഭഗവാൻ സിംഹാസനത്തിൽ ചെന്നിരുന്ന പിന്നെയും പിന്നെയും ക്രോധം തീരാത്തവരെ പോലെ അലറുക. എത്ര ദേവവാദ്യങ്ങൾ നോക്കിയാലും പുഷ്പവൃഷ്ടി ചെയ്താലും ആരെല്ലാം സ്തുതിച്ചാലും ഭഗവാൻ ശാന്തനാവണില്ല. താഴെ ഇറങ്ങി വന്ന് സ്തുതിക്കാൻ പുറപ്പെട്ടാലും ഭഗവാൻ ശാന്തനാവണില്ല. അവസാനം ജഗദംബികയാണത്രേ പറയുന്നത് ശ്രീഭഗവതി പ്രഹ്ലാദനെ അഴിച്ചുവിടാൻ. ബ്രഹ്മാവ് പ്രഹ്ലാദനെ തുറന്നുവിട്ടു. പ്രഹ്ലാദൻ നമസ്കരിച്ച് ഭഗവത് പാദത്തിൽ തന്റെ കണ്ണുനീരിന്റെ ഒരിറ്റ എപ്പോഴാണ് സമർപ്പിച്ചത്, അത് മതി ഭഗവാന്. അതിൽ എല്ലാ ക്രൂരഭാവങ്ങളും എവിടെയോ പോയി മറഞ്ഞു. ശാന്ത നരസിംഹം പ്രഹ്ലാദനെ എടുത്ത് മടിയിൽ വെച്ച് ഉമ്മ വെച്ച് ആളുകളെ കണ്ടാൽ ഈ നരസിംഹമൂർത്തി തന്നെയാണോ കുറച്ചു പുത്ര രക്ഷപ്പെട്ടത്, ലോകം മുഴുവൻ കിടുകിടാൻ അർപ്പിച്ചത് എന്ന് തോന്നും. പ്രഹ്ലാദനെ കൊണ്ട് സ്തുതിപ്പിക്കാം. ബ്രഹ്മാദികള്, സത്വഗുണം കൊണ്ട് ഏകദാനമതികള് ഭഗവാനെ സ്തുതിച്ച് സന്തോഷിപ്പിക്കാൻ കഴിവുള്ളവരായില്ലെങ്കിൽ അസുരജാതിയായിട്ടുള്ള എനിക്കുണ്ടോ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ പറ്റണം? അപ്പൊ സ്തുതിക്കാനല്ല ഭഗവാൻ പറയുന്നത്, അവരൊക്കെ സ്തുതിച്ച പോലെ സ്തുതിക്കാനല്ല ഭഗവാൻ പറയുന്നത് എന്ന് മനസ്സിലായി. പിന്നെന്താ വേണ്ടത്? ഭക്തിയാദോഷ ഭഗവാൻ ഗജരൂഢമായ. പ്രഹ്ലാദ് ചിന്തിക്കാം, ഭക്തി. അതുകൊണ്ടാണ് ഭഗവാൻ സന്തോഷിക്കുക. എന്റെ ഉള്ളിലുള്ളത് എന്താണ് അത് പുറമേക്ക് പറയാം. ഭഗവാനെ അങ്ങ് അതല്ലേ ഇതല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് വേദാന്തത്തിന്റെ വാക്ക് പറയല്ല. നമ്മുടെ ഉള്ളില് ഭഗവാനെ കുറിച്ച് എന്താ തോന്നുന്നത് ആ ഉള്ളു തോന്നുന്നു പറയാം. അതാണ് ആ ഭക്തിഭാവം ലോകത്തിനെ കേൾപ്പിക്കുക.